ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ അടയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ അടയുടെ റെസിപ്പി നോക്കിയാലോ. ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ്റെ കൂടെ നമുക്ക് തക്കാളിയും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യും. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മാവ് റെഡിയാക്കുന്ന വിധം ചെറു ചൂടുവെള്ളത്തിൽ ഗോതമ്പ് മാവ് അയച്ചെടുത്താൽ മാത്രം മതി. ആ അയച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് കിടക്കും. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കും. നന്നായി ഇളക്കിയെടുത്ത ശേഷം നമുക്കിനി മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് എരിവനുസരിച്ച് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും അതേപോലെ തന്നെ നമുക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മസാലപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ നമുക്ക് പെരുംജീരകപ്പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചിക്കൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഈ ഫില്ലിംഗ് ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അട റെഡിയാക്കാനായിട്ട് വേണ്ടത് ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു പ്രസ്സിലോ നമുക്ക് മാവ് പരത്തിയെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ വാഴയിലയാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ വാഴയിലയിലേക്ക് ചെറിയ ചെറിയ ബോൾസാക്കി നന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല നൈസിന് പരത്തിയെടുത്തിട്ട് ആ ഫില്ലിങ് നമുക്ക് ഇതിനകത്തിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കാം. നല്ല ക്രിസ്പിനെസ്സാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.